വിമൺ ഓൺ വീൽ തട്ടിപ്പ് കേസിൽ നജീബ് കാന്തപുരം എം.എൽ.എ പങ്കാളിയാണെന്ന് CPM. എം.എൽ.എ രാജിവെക്കണമെന്നും അന്വേഷണം വേണമെന്നും CPM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറിയും നേതാക്കളും മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷന്റെ പേരിൽ നടന്ന വാഗ്ദാന തട്ടിപ്പിൽ പെരിന്തൽമണ്ണ എം.എൽ.എ നജീബ് കാന്തപുരത്തിന് പങ്കുണ്ടെന്നാണ് CPMന്റെ ആരോപണം. നജീബ് കാന്തപുരം എം.എൽ.എയുടെ നേതൃത്വത്തിലുള്ള മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വഴി പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും വാഗ്ദാനം ചെയ്ത് ഗുണഭോക്താക്കളെ കണ്ടെത്തി തട്ടിപ്പ് നടത്തിയെന്ന് CPM ആരോപിച്ചു. അവര് എല്ലാം പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നു. അതുപോലെ പറ്റിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല നജീബ് കാന്തപുരം എം.എൽ.എ. അദ്ദേഹം അനന്തകൃഷ്ണനുമായി കൂടിച്ചേർന്ന് മുദ്ര ഫൗണ്ടേഷൻ ഉണ്ടാക്കി അതുവഴി ഉപഭോക്താക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് അവരുടെ കൈകളിൽ നിന്ന് പണം പറ്റി മുദ്ര ഫൗണ്ടേഷന്റെ റെസിപ്റ്റ് നൽകി ആ പണത്തിൽ നിന്നും കുറച്ച് പണം അടിച്ചു മാറ്റി ബാക്കി തുക അനന്തകൃഷ്ണന് നൽകിയ വ്യക്തിയാണ് നജീബ് കാന്തപുരം എം.എൽ.എ. ഇതുപോലെ മറ്റേതെങ്കിലും എം.എൽ.എ ഉണ്ടോ? ഇതുപോലെ മറ്റേതെങ്കിലും മന്ത്രിമാരുണ്ടോ? ഇതുപോലെ മറ്റേതെങ്കിലും ജനപ്രതിനിധികളുണ്ടോ? ഇല്ല. അപ്പൊ ഇത് പെരിന്തൽമണ്ണ മോഡൽ ഒരു തട്ടിപ്പ് ഇവിടെ എം.എൽ.എ നജീബ് കാന്തപുരം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് പെരിന്തൽമണ്ണക്കാർക്ക് ആകെ അപമാനകരമാണ്. പെരിന്തൽമണ്ണയിൽ വന്ന് ഇവിടെ അഭയം തേടിയ ഒരു മനുഷ്യനാണ് നജീബ് കാന്തപുരം. അദ്ദേഹമാണ് പെരിന്തൽമണ്ണക്കാരെ ഇവിടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ചൂഷണം ചെയ്ത് അവരുടെ പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അത് അങ്ങനെ പെരിന്തൽമണ്ണക്കാർ പൊറുക്കില്ല എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇത് ജനങ്ങളിൽ നിന്ന് പണം വാങ്ങിയത് അനന്തകൃഷ്ണനല്ല. ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കിയത് എം.എൽ.എ ഓഫീസിൽ പ്രവർത്തിക്കുന്ന മുദ്ര ഫൗണ്ടേഷനാണ്. ജനങ്ങൾ പണം നൽകിയത് എം.എൽ.എ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. അത് പത്രവാർത്തയായി കണ്ടതിന്റെ ഭാഗമായി അപേക്ഷിച്ചതാണ്. അപ്പൊ എം.എൽ.എയുടെ പത്രക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നൽകി എം.എൽ.എ ഓഫീസിൽ ചെന്ന് പണമടച്ച് മുദ്ര ഫൗണ്ടേഷന്റെ റെസിപ്റ്റ് കൈപ്പറ്റി എം.എൽ.എ ഓഫീസിൽ നിന്ന് എല്ലാ കൈമാറ്റങ്ങളും നടന്നൊരു തട്ടിപ്പാണിത്. മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വഴി പണം അടച്ചിട്ടും സ്കൂട്ടറുകൾ ലഭ്യമാക്കിയിട്ടില്ലെന്നും നജീബ് കാന്തപുരം എം.എൽ.എ പദവി ദുരുപയോഗം ചെയ്തെന്നും തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നും CPM ഏരിയ സെക്രട്ടറി E. രാജേഷ് പറഞ്ഞു. ഒരു മടിയുമില്ലാതെ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി ആളുകളുടെ പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് MLA നടത്തിയിട്ടുള്ളത്. ഒരു നിയമസഭാ അംഗം എന്നുള്ള നിലയ്ക്ക് വലിയ ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറേണ്ട MLA ആളുകളുടെ പരിമിതിയെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി ആ പരിമിതികൾ ഉപയോഗിച്ചുകൊണ്ട് പണം തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അത് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. രാഷ്ട്രീയമായും ധാർമ്മികമായിട്ടും MLA ആയി തുടരാൻ അദ്ദേഹത്തിന് യാതൊരു അവകാശവും ഇല്ലാത്ത സാഹചര്യം വന്നിരിക്കുകയാണ്. ഇവിടെ ലാപ്ടോപ്പിന് വേണ്ടി, സ്കൂട്ടിക്ക് വേണ്ടി, തയ്യൽ മെഷീന് വേണ്ടി ഒക്കെ ആളുകൾ അവിടെ പണം അടച്ചിട്ടുണ്ട്. അടയ്ക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത് 40 ദിവസം കൊണ്ട് ഡെലിവറി കൊടുക്കും എന്നായിരുന്നു. അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ വെളിപ്പെട്ട് വന്നിട്ടുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി എന്ന് മനസ്സിലായിരിക്കുകയാണ്. ഇതിൻ്റെ ആവാൻ വേണ്ടി പോയിട്ടുള്ള പാവപ്പെട്ട ആളുകൾ ഇപ്പോൾ പരാതി കൊടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലാക്കുന്നത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ MLA സ്ഥാനത്ത് തുടരാതെ MLA സ്ഥാനം രാജിവെച്ച് ഒഴിയണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ആളുകളിൽ നിന്നും വാങ്ങിയ തുക തിരികെ നൽകണമെന്നും ഫണ്ടിംഗ് സോഴ്സിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നും CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. CPM ജില്ലാ കമ്മിറ്റി അംഗം K. ശ്യാംപ്രസാദ്, പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗം E. ഷിജിൽ, DYFI ബ്ലോക്ക് പ്രസിഡന്റ് M. ഷാഹിദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.